കുറച്ച് പണ്ടാണ് ഒരിക്കൽ വളരെ ധനികനും എന്നാൽ സ്വതേ അഹങ്കാരിയുമായ ഒരാൾ സ്വാമി വിവേകാനന്ദനെ കാണാൻ ചെന്നു. ധനികൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഞാൻ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചറിഞ്ഞവനാണ്. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കാൽക്കീഴിലുണ്ട്. താങ്കൾ ആത്മീയതയിലൂടെ നേടാനാകുമെന്ന് പറയുന്ന സന്തോഷം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ധനികന്റെ വാക്കുകളിൽ അഹങ്കാരവും പരിഹാസവും സ്വാമി കണ്ടെത്തി. സ്വാമിജി അയാളെ ശ്രദ്ധയോടെ കേട്ടു. പിന്നീടൊരു പുഞ്ചിരിയോടെ സ്വാമിജി പറഞ്ഞു, അങ്ങയുടെ സമ്പത്ത് കൊണ്ട് ഒരുപക്ഷെ നല്ലൊരു കിടക്ക വാങ്ങാം, പക്ഷേ നല്ല ഉറക്കം കിട്ടില്ല. നല്ല ഭക്ഷണം വാങ്ങാം, പക്ഷേ നല്ല വിശപ്പ് വാങ്ങാൻ കഴിയില്ല. നല്ല പുസ്തകങ്ങൾ വാങ്ങാം, പക്ഷേ താങ്കൾക്ക് അറിവ് വാങ്ങാൻ കഴിയില്ല. അതുപോലെ സന്തോഷവും സമാധാനവും ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. സ്വാമിജി അയാളോട് പറഞ്ഞു, അത് ഉള്ളിൽ നിന്ന് കണ്ടെത്തണം. ഇതെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് തേടിപ്പിടിക്കാൻ കഴിയുക. അഹങ്കാരം നമ്മെ അന്ധരാക്കും, എന്നാൽ വിനയവും സത്യസന്ധതയും നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കും. കാശുകാരന് കാര്യം മനസ്സിലായി. കാരണം സ്വാമിജിയുടെ വഴി ആത്മീയതയുടെ വഴിയാണെങ്കിലും അതിൽ സത്യസന്ധമായ ഇടവഴികളുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ന് മാത്രമല്ല, സ്വാമിജി പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ ഭൗതിക നേട്ടങ്ങളുണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ നിയന്ത്രണം പോയിട്ട് വിനയം നഷ്ടപ്പെടാൻ പാടില്ല. വിനയവും ജീവിതത്തിൽ പകർത്തേണ്ട സത്യസന്ധതയുമാണ് നമ്മുടെ വെളിച്ചമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത്. ജീവിതം ഇരുട്ട് പരക്കുന്ന സമയത്തും ഈ സത്യസന്ധതയുടെ വെളിച്ചം നമുക്ക് വഴികാട്ടിയാകും.